പ്രതിപക്ഷത്തു നിന്നുയരുന്ന പല വിമർശനങ്ങളെയും എതിർക്കുവാനുള്ള കരുത്ത് അന്നും ഇന്നും എന്നും ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പലതവണയായി അവർ തെളിയിച്ചിട്ടുണ്ട്. അത് വ്യക്തമായ കാരണങ്ങളോടുകൂടിയും അവ്യക്തമായ കാരണങ്ങളോടുകൂടിയും. പക്ഷേ സ്വന്തം പക്ഷത്തു നിന്ന് ഒരു MLA-യുടെ പ്രഹരം താങ്ങുവാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞതിൻ്റെ ഭാഗമാണ് PV അൻവർ എന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന MLA, നിലമ്പൂരിൻ്റെ MLA, കോൺഗ്രസ് പക്ഷത്ത് നിന്ന് നിലമ്പൂർ പിടിച്ചെടുത്തു കൊടുത്ത PV അൻവർ ശക്തമായൊരു പ്രഹരം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും നൽകിയത്. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായുള്ള അഴിമതി ആരോപണം സഭയ്ക്കുള്ളിൽ ഉന്നയിച്ചത് പാർട്ടി പറഞ്ഞിട്ടാണെന്നും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടത് കൊണ്ട് കളവ് പറയേണ്ടി വന്നതാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു മാപ്പ് പോലെ പറഞ്ഞെഴുതി കൊടുത്ത കോൺഗ്രസ് പക്ഷത്തേക്ക് ചേരുന്നു. VD സതീഷിനെല്ലാം പറഞ്ഞ് മലയോര മുന്നേറ്റ യാത്രയുടെ ഭാഗമായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി UDF-ന് പിന്തുണ നൽകിക്കൊണ്ട് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് ആരെയാണെങ്കിലും വിജയിപ്പിക്കുമെന്ന് അലമുറയിട്ട് പറയുകയും ചെയ്യുന്നു. പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്നും പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ അഴിമതി ഭരണത്തിനെതിരെയും ശക്തമായ രീതിയിൽ ശബ്ദമുയർത്തുമെന്നും പറഞ്ഞുകൊണ്ട് നിരവധി തവണയാണ് PV അൻവർ തനിക്കറിയാവുന്ന രഹസ്യങ്ങളും തൻ്റെ പക്കലുള്ള സത്യങ്ങളുമെല്ലാം തുറന്നടിച്ച മാധ്യമങ്ങൾക്ക് മുമ്പിൽ ശ്രദ്ധ നേടിയത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നിലമ്പൂരിൽ ജയിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം പാളയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ PV അൻവർ നിലമ്പൂരിൽ വിജയിക്കുകയാണ് എങ്കിൽ അത് കേവലം ഒരു വിജയം മാത്രമായി കണക്കാക്കില്ല ജനങ്ങൾ എന്നൊരു ബോധ്യം സർക്കാരിനും പിണറായി വിജയനുമുണ്ട്. PV അൻവർ ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം DMK എന്ന ഒരു മൂവ്മെന്റ് ആരംഭിക്കുന്നു. ആ മൂവ്മെന്റിന്റെ ഭാഗമായി അദ്ദേഹം വലിയൊരു ജനസാഗരത്തെ തന്നെ ഒപ്പം കൂട്ടുന്ന കാഴ്ചയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അവരെല്ലാവരും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ മനമെടുത്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്നവരാണ് എന്ന് പലരുടെയും അഭിപ്രായങ്ങളിലൂടെയും മനസ്സിലായതാണ്. എന്തായാലും PV അൻവർ ഇപ്പോൾ UDF പക്ഷത്ത് നിൽക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന് നേടാൻ പറ്റാതെ പോയ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നും അവിടുത്തെ കണക്കുകളും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇടതുപക്ഷ പാളയം വിട്ടാൽ പിന്നെ PV അൻവറിന് ഒരു നിലനിൽപ്പുണ്ടാകില്ല എന്നും അദ്ദേഹം മുങ്ങിപ്പോകുന്ന ഒരു കപ്പലായി മാറുമെന്നുമൊക്കെ വാദമുയർത്തിയ ഇടതുപക്ഷത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരിടമുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താവായി കേരളത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ഓരോന്നായി നടത്തി മുൻപോട്ട് പോവുകയാണ്. അതിൽ പല ഉൾപാർട്ടി പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിൽ ഉണ്ടെങ്കിൽ പോലും PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി കേരളത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമായും ഇപ്പോഴെങ്കിലും ഇടതുപക്ഷത്തോടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള പ്രതികരണത്തിനും പ്രതിഷേധത്തിനുമൊക്കെ ഒരു മയം വന്നേക്കുമെന്ന് ധരിച്ചെങ്കിൽ അവിടെയും തെറ്റി. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് RSSുമായി ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികർക്ക് CPM-ന് RSSുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം വിമർശനം ഉയർത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSSനോട് മൃദു സമീപനം ഉയർത്തുന്ന ഒരു നിലപാട് CPM-നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കെതിരായും ED അന്വേഷണം ഉണ്ടായിട്ടും പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും കേരളത്തിലെ സർക്കാരിലെ മറ്റ് മന്ത്രിമാർക്കെതിരെയും ഒരു ED അന്വേഷണവും ഉണ്ടാവാതെ ഇരുന്നത് എന്ന വാദം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം കലക്കിയതാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാക്കുവാൻ വേണ്ടി CPM-ന്റെ ഒത്താശയിൽ നടന്ന രാഷ്ട്രീയ പോരാട്ട നാടകമായിരുന്നു തൃശ്ശൂരിൽ നടന്നത് എന്ന വാദവും ശക്തമായ രീതിയിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇതൊന്നുമല്ലാതെ മറ്റു ചില വ്യക്തമായ സാഹചര്യങ്ങൾ, വ്യക്തമായ ചില തെളിവ് പോലെയുള്ള സന്ദർഭങ്ങൾ PV അൻവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുകയും ചെയ്യുകയാണ്. അത് ഇങ്ങനെയാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനുമൊത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങൾ ഓരോന്നായി എണ്ണി പറയുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ബ്രണ്ണൻ കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ സംഘപരിവാറിൻ്റെ ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങിയ രോമാഞ്ചജനകമായ കഥ പറയുന്നുണ്ട് ഒരിക്കൽ മുഖ്യമന്ത്രി.
അതെ, മുഖ്യമന്ത്രിയാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സന്ദർശിച്ചപ്പോൾ RSSകാരനായ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കൂട്ടിന് കൊണ്ടുപോയത്. BJP-കാരിയായ കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയെ കാണാൻ കേരള ഹൗസിൽ എത്തുകയായിരുന്നു അത്രേ. മുഖ്യമന്ത്രിക്ക് കൂട്ട് RSSകാരനായ ഗവർണറും. ഗവർണർ കേന്ദ്രമന്ത്രിമാരെ കാണാൻ മുഖ്യമന്ത്രിക്ക് കൂട്ടുപോകുന്ന കീഴ്വഴക്കം ഇന്ത്യ ചരിത്രത്തിലില്ല. 153 മുതലുള്ള ഭരണഘടനാ ആർട്ടിക്കിളുകളിലും അങ്ങനെയൊന്നും കണ്ടില്ല. ഗോവ BJP സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയും ഗോവയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ആയിരുന്നു ആർലേക്കർ. കുട്ടിക്കാലം മുതൽ RSSുമായി ബന്ധപ്പെട്ടയാളാണ്. 1989 അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPIM-ന് ന്യൂനപക്ഷങ്ങളോടുള്ള നയത്തിൽ മാറ്റം വന്നു എന്നും RSSനോടുള്ള സമീപനം മൃദുവാക്കിയെന്നും ഞാൻ എത്രയോ തവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരും. തൃശ്ശൂർ പൂരം ചുമ്മാ അങ്ങ് കലങ്ങിയതാണത്രേ. തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് ആരും അറിയാതെ ഉണ്ടായതുമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞത് നമ്മുടെ വിജയരാഘവനാണ്. RSSന്റെ നേതാക്കളെ പട്ടാപ്പകൽ സന്ദർശിച്ച ADGP-മാർ വാഴുന്ന നാടാണ് കേരളം. സഖാവ് AK ബാലന്റെ അഭിപ്രായത്തിൽ BJPയും കേന്ദ്ര ഗവൺമെന്റും ഫാഷിസ്റ്റുകളല്ല. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾ ഒരു കാലത്തും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും RSSന്റെ മധ്യസ്ഥതയിൽ സന്ധി സംഭാഷണത്തിന് ഒരുങ്ങുകയാണ്. ആർക്കും ഒരു സംശയവുമില്ലല്ലോ, ഉണ്ടാവരുത്. ഇങ്ങനെ അവസാനിപ്പിക്കുന്നു PV അൻവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. നിരവധി സാഹചര്യങ്ങൾ, നിരവധി ഉദാഹരണം പോലെയാണ് അദ്ദേഹം ഓരോന്നും എഴുതി വയ്ക്കുന്നത്. വരികൾക്കിടയിൽ വളരെ ആഴത്തിലുള്ള പല സംഭവ വികാസങ്ങളും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ RSSുമായി ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത ബന്ധമുണ്ടെന്നും ആ ബന്ധത്തിൻ്റെ മറ്റൊരു മുഖം കൂടിയാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണാൻ മുഖ്യമന്ത്രി അങ്ങോട്ടെത്തുകയും ഒപ്പം RSSകാരനായ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൂട്ടിന് പോവുകയും ചെയ്തൊരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം തുറന്നെഴുതുന്നത്.